വിശദമായ വാർത്തയിലേക്ക്. യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്ത പോലീസ്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ലൈംഗികാതിക്രമങ്ങളിൽ ഇതുവരെ 18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതേസമയം പ്രത്യേക സംഘം തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്നും ആവശ്യപ്പെടേണ്ട എന്നാണ് തീരുമാനം. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെയെന്നും ശേഷം തുടർ നടപടിയെന്നുമാണ് DGP പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. ഭരണസമിതി ഒന്നടങ്കം ഒഴിയാനുള്ള തീരുമാനത്തിൽ അമ്മയിൽ കടുത്ത ഭിന്നതയും ഉടലെടുത്തിരുന്നതായി ഇപ്പോൾ പുറത്തുവരുന്നു. രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വിനു മോഹൻ, അനന്യ, ടൊവിനോ തോമസ്, സരയു എന്നിവർ വിട്ടുനിന്നതായും അവർക്ക് എതിർപ്പുണ്ടായിരുന്നതുമായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനത്തിന് 4 പേരും വഴങ്ങുകയായിരുന്നുവെന്നും അറിയുന്നു. വിഷയത്തിൽ അമ്മ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടാം എന്നാണ് പുതിയ നിലപാട്. പുതിയ ഭരണസമിതിയെക്കുറിച്ചും ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷം മാറ്റാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും ചേരുന്നു. നവമി, ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട അമ്മയിൽ ഈ കൂട്ടരാജി ഉണ്ടായ സമയത്ത് 4 പേർ വിട്ടുനിന്നിരുന്നു ഈ തീരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരുന്നു. പക്ഷേ ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട് രാജിവെക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ്? അശ്വതി, അമ്മയിലെ ഇന്നലത്തെയുള്ള കൂട്ടരാജി ഇതൊരു ധാർമ്മികതയുടെ പേരിലാണ് ഇങ്ങനെ രാജിവെക്കുന്നതെന്ന് ഇവർ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. പക്ഷെ ഇതൊരു ധാർമ്മികതയുടെ പേരിലാണോ, ഇതൊരു ഒളിച്ചോട്ടമാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. അപ്പോഴും ഈ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ കൂടിയും ഈ ആരോപണ വിധേയർക്കെതിരെ എന്ത് നിലപാടാണ് അമ്മ സ്വീകരിക്കുക എന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. അതിന് മറുപടി പറയാൻ ഒരു സംഘടനയിലെ അംഗങ്ങൾ, അതായത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രംഗത്തെത്താത്തൊരു സാഹചര്യത്തിലായിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി ഓൺലൈനിൽ ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിൽ ആദ്യം മോഹൻലാല് പറയുന്നു താൻ രാജിവെക്കുന്നു. താൻ അധികാരത്തിലിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തലപ്പത്തെത്തിയപ്പോൾ ഉണ്ടായ വിവാദങ്ങളിൽ തനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ രാജിവെക്കുന്നു. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരെ പിരിച്ചുവിട്ട് കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പക്ഷെ അപ്പോഴും യുവതാരങ്ങൾ ഈ കൂട്ടരാജിക്ക് എതിർപ്പ് അറിയിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് സരയു, അനന്യ, ടൊവിനോ തോമസ്, വിനു മോഹൻ എന്നീ 4 താരങ്ങളും ഇതിലെ കടുത്ത എതിർപ്പ് അറിയിച്ചു. ഇവർ പറയുന്നത് ചില അംഗങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന് ഒരു സംഘടന മുഴുവനും പഴികേക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു കൂട്ടരാജി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടരാജി വെച്ചുകൊണ്ട് ഈ ഒരു കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന ഒരു തീരുമാനം അത് ശരിയായി തോന്നുന്നില്ല എന്ന് ഇവർ 4 പേരും പറയുന്ന സാഹചര്യമുണ്ടായി. തങ്ങൾക്ക് രാജിവെക്കേണ്ടതില്ല എന്നുകൂടി ഇവർ നിലപാടെടുക്കുന്നു. പക്ഷെ ചില മുതിർന്ന താരങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർ 4 പേരും രാജിവെച്ചത് എന്നാണ് സരയുവും അനന്യയും മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 4 താരങ്ങളിലെടുത്ത തീരുമാനത്തിന് എതിരായി, അതായത് യുവതാരങ്ങൾക്ക് അവർ പറയുന്നത് ഈ ആരോപണ വിധേയർക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അത് നമുക്ക് പറഞ്ഞാൽ പോരെ, അല്ലാതെ ഈ കൂട്ടരാജി വെച്ച് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ അടക്കം പിരിച്ചുവിടേണ്ട രീതിയിലേക്ക് ഈ സംഭവത്തിനെ നമ്മൾ കൊണ്ടുപോകണമോ എന്നൊരു ചോദ്യം ഈ 4 താരങ്ങളും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ മോഹൻലാൽ അടക്കം ഇതിൽ കൂട്ടരാജി തന്നെ വേണം എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കൂട്ടരാജിയും പിന്നീട് കമ്മിറ്റി അടക്കം പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ആരാകും അമ്മയുടെ തലപ്പത്തേക്ക് വരിക, ആരാണ് പ്രസിഡന്റ്, ആരായിരിക്കും ജനറൽ സെക്രട്ടറി, ഈ ഒരു കമ്മിറ്റിയിൽ ഇനി ആരൊക്കെ ഉണ്ടാകും, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം ഇനി ആരൊക്കെ ഉണ്ടാകും എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായവരുടെ പേരുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇനി ആര് ഈ നേതൃനിരയിലേക്ക് വരുമെന്നുള്ളൊരു അഭ്യൂഹം നിലനിൽക്കുന്നു. സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ച് ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല. അത് സംഘടനയെ ഒന്നടങ്കം വലിയ രീതിയിൽ ചേരിതിരിവും വിമർശനങ്ങളും
ഭിന്ന അഭിപ്രായങ്ങളും ഉയരുന്നുമുണ്ട്. അതേ സമയത്ത് തന്നെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരട്ടെ, കൂടുതൽ ഭൂരിപക്ഷം സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നടിമാരടക്കം രംഗത്തെത്തി പറയുന്ന സാഹചര്യമുണ്ടായി. ജഗദീഷ് ആരോപണം ഉന്നയിക്കുന്ന നടികൾ അല്ലെങ്കിൽ അവർ പോലും പറയുന്നത് അമ്മയിലെ ഈ നേരത്തെ തന്നെയുള്ള അംഗങ്ങൾ, അതായത് മുതിർന്ന അംഗങ്ങൾ അവർ മാറി നിൽക്കട്ടെ, യുവാക്കൾ വരട്ടെ രംഗത്തേക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 4 പേരും അത്തരത്തിലുള്ള പുതുതലമുറയിലെ ആളുകളാണെന്നുള്ളതാണ്. ടൊവിനോ തോമസ് ആണെങ്കിലും വിനു മോഹൻ ആണെങ്കിലും സരയു ആണെങ്കിലും ഒക്കെ അനന്യയും ഒക്കെ ഈ പുതിയ തലമുറയിലെ അംഗങ്ങളാണ്. അപ്പൊ അവർക്ക് വ്യത്യസ്ത അഭിപ്രായം അതിൽ ഉണ്ടായിരുന്നു എന്നും ആണ് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അശ്വതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4 യുവതാരങ്ങളാണ്. അവർക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിടുന്നതിലോട് അവർക്ക് ഒട്ടും യോജിപ്പില്ല. അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം ആരോപണ വിധേയരായവർ, അതിൽ ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ആരോപണ വിധേയനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബാബുരാജിനെയാണ്. അങ്ങനെയാണെങ്കിൽ ബാബുരാജിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പോരെ? സിദ്ദിഖ് മുമ്പ് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ബാബുരാജിനെ മാത്രം ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പോരെ? പകരം ഒരു കമ്മിറ്റി മുഴുവനും പിരിച്ചുവിട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിച്ച ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. മറ്റൊന്ന്, നമുക്കറിയാം 2 മാസം പോലും ആയില്ല ഇവരൊരു കമ്മിറ്റി ജനാധിപത്യമായി അമ്മയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 500-ലധികം വരുന്ന അംഗങ്ങൾ ഒന്നിച്ച് ഒരു പാനലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അവരുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു. അവരിലൊക്കെ ഈ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അംഗങ്ങളുടെ ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഈ കമ്മിറ്റി ഒന്നടങ്കം പിരിച്ചുവിട്ടതിനെതിരെ നടൻ ബൈജുവും ഒപ്പം മറ്റ് താരങ്ങളും അനൂപ് ചന്ദ്രൻ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് ഈ നടപടിയെ നേരിടേണ്ട ആവശ്യമുണ്ടോ? അതോ ആരോപണ വിധേയരെ മാത്രം മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ പറയുന്നത് താൻ ഈ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കിയത് തനിക്ക് വിഷമിപ്പിച്ചു, അതുകൊണ്ട് താൻ രാജിവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു തീരുമാനത്തിൽ രാജിവെച്ചോട്ടെ, ധാർമ്മികത മുൻനിർത്തി രാജിവെച്ചോട്ടെ. പകരം ഈ ആരോപണ വിധേയരല്ലാത്ത ആളുകളെ കൂടി രാജിവെപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം, അത് ശരിയായിട്ടുള്ള രീതി അല്ല എന്ന് ഇന്നലെ തന്നെ യോഗത്തിൽ ഈ യുവതാരങ്ങൾ എടുത്തിരുന്നു. പക്ഷേ മറ്റ് ചില മുതിർന്ന താരങ്ങളാണ് ഇവരെ കൂടി ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ അതിലേക്ക് നിർബന്ധിച്ച് രാജിയിലേക്ക് എത്തിച്ചതായത് എന്നുകൂടി ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അമ്മ സംഘടനയിൽ ഓരോ നിമിഷം കഴിയുന്തോറും കൂടുതൽ വിവാദങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അസാധാരണമായൊരു പ്രതിസന്ധിയിലേക്ക് അമ്മ കടക്കുകയാണെന്ന്. പിന്നീട് ഈ എക്സിക്യൂട്ടീവ് യോഗം പോലും ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അമ്മ സംഘടന മാറുന്നു. പിന്നീട് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുന്ന ഒരു നിലപാടിലേക്ക് പ്രസിഡന്റ് മോഹൻലാൽ എത്തിച്ചേരുന്നു. ഇതിലൊക്കെ വലിയ രീതിയിൽ വിയോജിപ്പുണ്ട്. ഒപ്പം അംഗങ്ങൾക്കിടയിലും ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു നടപടി ശരിയായില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് അടക്കമുള്ളവർ ഒളിച്ചോടുകയല്ലേ, മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായൊരു നിലപാടെടുക്കാതെ പൊതുസമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കമ്മിറ്റി അടക്കം പിരിച്ചു ഇട്ടുകൊണ്ട് മൗനം തുടരുന്നത് ശരിയായൊരു നടപടിയല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അശ്വതി, അതാണ് എന്തായാലും ഭരണസമിതി ഒന്നടങ്കം ഒഴിയാനുള്ള തീരുമാനത്തിൽ അമ്മയിൽ ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പുറത്തുവരുന്നത്. രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വിനു മോഹനും അനന്യയും ടൊവിനോ തോമസും സരയും വിട്ടുനിന്നിരുന്നു എന്നാണ് അറിയുന്നത്. അത് പിന്നീട് ഭൂരിപക്ഷ തീരുമാനം കണക്കിലെടുത്തുകൊണ്ട് 4 പേരും വഴങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതാണ് നവമി ദിനേശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നവമി, പുതിയ ഭരണസമിതിയെക്കുറിച്ച് ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് ആരൊക്കെയാകുമെന്ന സാധ്യതകൾ നമുക്ക് ആരൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്? അശ്വതി, 2 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് അമ്മ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുവരെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് തന്നെ തുടരും. അതിൽ ഈ 1-ാം തീയതിയുള്ള കൈനീട്ടം, ഒപ്പം ചില സഹായങ്ങൾ, അതൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ ഈ കമ്മിറ്റി നിലനിന്നേ മതിയാകും. അതുകൊണ്ട് താൽക്കാലികമായി ഈ അംഗങ്ങൾ തന്നെ അതിൽ തുടരും. പക്ഷേ പുതിയൊരു ഭരണസമിതി ഉണ്ടാകും, അതിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ടെന്നൊക്കെ തരത്തിലുള്ളൊരു പത്രക്കുറിപ്പായിരുന്നു ഇന്നലെ പുറത്തിറക്കിയത്.
എന്നാലും ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്ന് ജഗദീഷിൻ്റെതാണ്. അത് നമുക്കറിയാം. ജഗദീഷ് ഈ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ പത്രസമ്മേളനത്തിന് ശേഷം എത്തി അതിന് വിപരീതമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൽ പൊതുസമൂഹത്തിനുള്ളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ വലിയ കയ്യടിയും സ്വീകാര്യതയും ലഭിക്കുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജിന്റെ പരാമർശം അമ്മ സംഘടനയ്ക്ക് തെറ്റുപറ്റിയെന്ന് വളരെ ഗൗരവമുള്ള കാര്യമാണെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ഒപ്പം ഈ ജഗദീഷ് ഇവരൊക്കെ നേതൃനിരയിലേക്ക് വരട്ടെ എന്നുള്ളൊരു കാര്യം കൂടി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയൊരു സ്ത്രീ കൂടി മുന്നിലേക്ക് വരട്ടെ, സ്ത്രീ പ്രാതിനിധ്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം ആവശ്യമുണ്ട്. കാരണം ഇനിയൊരു ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വന്നാൽ കൂടുതൽ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടി അവരിലേക്ക് എത്തും. അതായത് ഒരു സ്ത്രീയാണ് നേതൃനിരയിൽ ഇരിക്കുന്നതെങ്കിൽ പരാതി കുറച്ചുകൂടി ധൈര്യത്തോടെ മറ്റ് സ്ത്രീകൾക്ക് അവരിലേക്ക് സമീപിക്കുവാനും ഇവരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുവാനും ഒരു സ്ത്രീ തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വി വിനോദ് കൂടി ചേരുന്നു നമുക്കൊപ്പം. വിനോദ്, ഈ യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തുവെന്ന വാർത്ത വരുന്നുണ്ട്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ആരോപണത്തിനപ്പുറം പരാതിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാവുകയല്ലേ? അശ്വതി, സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിനകം 18 കേസുകളാണ്. അതായത് ഈ വെളിപ്പെടുത്തൽ നടത്താത്ത ആളുകൾ കൂടി പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത ആളുകൾ കൂടി പരാതി നൽകുന്നുണ്ട്. അങ്ങനെ 18 കേസുകൾ. ഇതെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരും. സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. 2016 ബലാത്സംഗം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കുറ്റം ചുമത്തി സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ, നേരത്തെ ഈ ആരോപണം ഉയർന്നു വരികയും കേസിന്റെ സാഹചര്യമൊക്കെ ഉയർന്നു വന്നപ്പോൾ സിദ്ദിഖിന്റെ ഒരു നിലപാട് മുൻകൂർ ജാമ്യത്തിന് പോകില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. അത് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുകയോ ചെയ്താൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീളും. നേരത്തെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ തന്നെ ലൈംഗിക അതിക്രമ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പേർക്കെതിരെ പല താരങ്ങൾക്കും സംവിധായകർക്കും മറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകരായി പ്രവർത്തിച്ചിരുന്ന പല ആളുകൾക്കുമെതിരെയുള്ള പരാതികൾ പല സ്റ്റേഷനുകളിലായി ഉയർന്നു വരുന്നു. ഇപ്പോൾ യുവനടനെതിരെ നേരത്തെ തിരുവനന്തപുരത്തുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അവർ അത് പരാതിയായി അയച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിയുമായി നേരിട്ടും അതാണ് ആ വാർത്തയിലേക്ക് നമ്മൾ വരികയാണ്. വിനോദ്, ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ പരാതി കൊടുത്താൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാനാകൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും ആശയക്കുഴപ്പമുണ്ടായിരുന്നത് ഇവരെല്ലാവരും പരാതി നൽകാൻ തയ്യാറാകുമോ എന്നതായിരുന്നു. ഇപ്പോൾ ഈ വിനോദ് പറഞ്ഞതുപോലെ 18 പരാതികൾ ഇതുവരെ ലഭിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പറയാത്ത പരാതികൾ പോലും എത്തുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ. സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതികളുടെ ഒഴുക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം പറഞ്ഞതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് രഹസ്യ സ്വഭാവമുണ്ട്. ആ റിപ്പോർട്ടിൽ പോലും ആരാണ് പരാതിക്കാർ, ആരോപണം ഉന്നയിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയർ ആരാണ് എന്ന കാര്യം പോലും കൃത്യമായി ഇല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ചില പേജുകൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും വളരെ കൃത്യമായി തന്നെ ആളുകളെ പേരെടുത്ത് പരാമർശിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴാകട്ടെ ഒരുപക്ഷെ ഈ പരാതി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അവിടെയാണ് ഈ 18 പരാതി, 2 ദിവസം കൊണ്ട് 18 പരാതി, അതായത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ പരാതികൾ എത്തിയേക്കാം. ഇനിയും താരങ്ങളുടെ തല തെറിക്കുന്ന നിലയിൽ തന്നെ ഈ പരാതികൾ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സിനിമാ മേഖല കടന്നു പോകുന്നത് തീർത്തും ജുഗുപ്സാവഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. ലജ്ജിക്കേണ്ട ആരോപണങ്ങൾ, അങ്ങനെ വലിയ താരങ്ങൾക്കെതിരെ, അത് ഒരു താരത്തിനെതിരെ ഒന്നിൽ കൂടുതൽ ആളുകൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, പരാതി പറയുമ്പോൾ അതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം
പല സ്ഥലങ്ങളിലായുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെല്ലാം തന്നെ ചില താരങ്ങൾ അത് പലരുടെയും പരാതികളിൽ പൊതുവായി ചില താരങ്ങൾ വരുന്നു. അതായത് ഇവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തൽക്കാലം കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല. കാരണം ഇതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. റിപ്പോർട്ടിന് പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് ഉയർന്നു വന്ന പരാതികൾ, ഈ പരാതികളാണ് ഇപ്പോൾ പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നിർദ്ദേശമാണ് DGP ഈ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. 4 ഉയർന്ന IPS ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ ഈ സംഘത്തിന്റെ ഭാഗമായുണ്ട്. 9 പേരാണ്. ADGP ക്രൈംസ് ആണ് ഇതിന്റെ മേൽനോട്ട ചുമതല. ഒരുപക്ഷെ ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ, ഈ കേസുകൾ പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് 15 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഈ ചലച്ചിത്ര സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അവിടെ അതിന്റെ നിർമ്മാതാവും സഹസംവിധായകനും അടക്കം ലൈംഗികമായി ഉപദ്രവിക്കുകയും. അന്ന് 3 നടന്മാരുടെ പേര് ആദ്യം ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. പിന്നീട് ആ 3 മൊഴി മാറ്റുന്ന, ആ പേരുകൾ മാറ്റുന്ന നിലയെത്തി. അന്ന് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നടപടിക്ക് വിധേയമായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടി ഈ സിനിമാ മേഖലയിലുണ്ട്. അവിടെയാണ് അത്യന്തം ഗൗരവമായ ചില കാര്യങ്ങൾ. 15 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട കേസ് നമുക്ക് മുന്നിലുണ്ട്. അവിടെ ശിക്ഷിക്കപ്പെട്ട, അവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുള്ളത്. പോക്സോ കേസുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ ഇത്തരം ആരോപണങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അശ്വതി. ശരി വിനോദ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി നടി സോണിയ മൽഹാർ. ലൈംഗിക അതിക്രമം നടത്തിയ യുവനടന്റെ പേര് വ്യക്തമാക്കിയാണ് പരാതി നൽകിയത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിയോട് നേരിട്ടും മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റയോട് ഫോണിലും പരാതിക്കാരി ആശയവിനിമയം നടത്തി. ഇമെയിലായാണ് പരാതി സമർപ്പിച്ചത്. അതെ, മൊഴി കൊടുത്തിട്ടുണ്ട്. ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും ആരാണോ അതിൽ പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഉപദ്രവിച്ച ആളുകളുടെ പേര് അതെ, കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് 2 IPS ഓഫീസേഴ്സ് അവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്തിരുന്നു. പൂങ്കുഴലി മാഡവും മറ്റേ ഐശ്വര്യ ഡോങ്ര മാമും. ഒരാളെ നേരിട്ട് കണ്ടു, പൂങ്കുഴലി മാമിനെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഐശ്വര്യ ഡോങ്ര മാഡം വിളിച്ചു. അപ്പം മെയിൽ ID അയച്ചു തന്നു. അതിനകത്തേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്ലോഡ് ചെയ്തതിന് ശേഷം സൈറ്റിൽ അവർ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു വെരിഫിക്കേഷന്. അപ്പോൾ ആഫ്റ്റർ മെയിലിംഗ് ഐ വിൽ സെൻഡ് സ്ക്രീൻഷോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാം അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് അയച്ചു. പിന്നെ എപ്പോ വേണോ ഏത് കാര്യത്തിനായാലും ഇതൊരു, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വിട്ടു പോവാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഇനിമേൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു സേഫ്റ്റി സോണാണ് അവർ തുടങ്ങി വെക്കുന്നത്. അവരെന്താ 2013 നടന്ന 2013 നടന്ന ഒരു ഇൻസിഡന്റ് എന്തുകൊണ്ട് ഇപ്പൊ റൈസ് ചെയ്തു എന്നും അതിനെല്ലാം ഞാൻ കൃത്യമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ പലരും പറയുന്നുണ്ടല്ലോ. അതെ, ഫോണിൽ ഒരുപാട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും 2 മാഡമായിട്ടും മറ്റേ മാഡം ഇന്നലെ, പൂങ്കുഴലി മാഡം ഇന്നലെ സംസാരിച്ചിരുന്നു ഫോണിൽ. ഇന്നാണ് നേരിട്ട് കണ്ടത്. അതിൽ തന്നെ ഒരു യുവനടന്റെ കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹാസ്യനടൻ, മരിച്ചുപോയ ഒരു ഹാസ്യനടന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ഡയറക്ടർ, അത് സോണിയോടല്ല മറ്റൊരാളിനോട് മോശമായി പെരുമാറിയ കാര്യം പറഞ്ഞിരുന്നു. ഈ പേരുകളെല്ലാം പറഞ്ഞിരുന്നു. അതെ അതെ, പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൽ ചില ആക്ഷേപങ്ങൾ വരുന്നത് ചില പേരുകൾ, പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചില സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ആളല്ല, അതായത് പലരും ഊഹിക്കുന്നുണ്ട് അതാണെന്നോ അല്ലെന്നോ സോണിയ പറഞ്ഞില്ല, തള്ളി പറഞ്ഞില്ല. പക്ഷേ ചില പേരുകളല്ല എന്ന് പറഞ്ഞത് പണം വാങ്ങിയാണ്, അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ആരോപണം ഞാനും കണ്ടിരുന്നു. ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു, വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചുവിട്ടു. ഇങ്ങനെ എന്തിനാണ് പടച്ചു വിടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല. പ്രമുഖ ചാനൽ അതിന്റെ അന്തസ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ എന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല, ആണെന്ന് പറഞ്ഞാലും പ്രമുഖ എന്നുള്ള പേര് ചാനൽ പറയുമ്പോഴും ഇപ്പൊ ഈ പ്രമുഖ എന്നുള്ള ചാനൽ ഏതാണെന്ന് പറഞ്ഞു, പറഞ്ഞ ചാനൽ പറഞ്ഞു
എനിക്ക് തോന്നുന്നു ഫോക്കസ് ടിവിക്കാണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ ചെയ്യാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല, പക്ഷേ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ലാന്ന് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നിടത്ത് ഇന്ന ആളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് യൂട്യൂബേഴ്സ് പല ആളുകളും അത് അയച്ചു തരും. ഞാൻ നോക്കുന്നില്ല. അപ്പൊ അയക്കുന്നത് ഇതാണ്, എന്തിനാണ് പണം? എനിക്ക് ഒരുപാട് ഓഡിയോസ് വരുന്നുണ്ട്, എനിക്ക് ഭീഷണികൾ വരുന്നുണ്ട്. ഒരു വലിയ നടന്റെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് വലിയ ഇന്നൊരാൾ കാണാൻ വന്നു, അതൊരു യൂട്യൂബറായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എന്നെ ബാധിക്കുമെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന് ഞാൻ നമ്പർ അത് ഭീഷണിയുടെ ഒരു ഭീഷണിയല്ല, ഒരു നയത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരാളുടെ വോയിസ് കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇത് ആ മനുഷ്യനെ ഇതാക്കിയത്, അല്ലെങ്കിൽ സിമ്പിൾ എല്ലാം കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റായ ഒരു നിങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. നിങ്ങളൊരു വലിയ ചാരിറ്റി പ്രവർത്തകമായിട്ട് തെറ്റായ കാര്യങ്ങൾ പറയുന്നു, അതായത് സമൂഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നു, മാധ്യമങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നു, ഇതേപോലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ കുറെ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നാളെ കേസ് കൊടുത്തതിന്റെ പിൻബലമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണുകയും മാധ്യമങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ വലിയ നടൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഫാൻസ് കാണും. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഫാൻസിന്റേതായ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങോ ഏതെങ്കിലും തരത്തിൽ വന്നാൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നെങ്കിൽ കോട്ട് ചെയ്തിട്ട് അവരെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ഒരു നടനാണ്. ആ നടനെ വെള്ളപൂശാൻ വേണ്ടി അല്ലെങ്കിൽ ആ നടൻ തെറ്റ് ചെയ്തില്ല എന്ന നിലയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്നു. അത് എന്തെങ്കിലും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ പറഞ്ഞത്? അത് വ്യക്തിപരമായിട്ട് അടുത്തറിയുന്ന ആളാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ പലതരത്തിലും നമ്മളത് പഠിക്കുമല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന പല ആളുകളിലും പല രീതിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്രൈമിൽ ഡയറക്ട്ലി അയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ധൈര്യത്തോടെ പറയില്ല. അപ്പൊ കിട്ടിയിരിക്കുന്ന മുഴുവൻ ഭാഗത്തുനിന്ന് എല്ലാവരും ഒരേപോലെ വെള്ളപൂശമെന്ന് എനിക്കറിയില്ല. മേ ബി അതെന്റെ തെറ്റാണെങ്കിൽ നിരുപാധികം ഞാൻ മാധ്യമങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അത് ഇപ്പോഴും പറയുന്നുണ്ട്, അപ്പോഴും പറയുന്നുണ്ട്. അയാൾ തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്, അവളോടൊപ്പം തന്നെയാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിന് ഏത് വലിയ കൊമ്പത്താളാണ് അവിടെ ഈ ആക്ഷേപം വരുന്നത് മുൻവിധിയോടുകൂടി. ഇപ്പോൾ അത് പലരും അങ്ങനെ ഒരു ആരോപണം പറയുന്നത് പണം വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇപ്പോൾ അർജുന്റെ സഹോദരി ഭർത്താവ് മാധ്യമങ്ങളെ കാണുകയാണ് കർണാടകയിൽ. ഡ്രഡ്ജർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ആ തെരച്ചിൽ നിൽക്കുന്നത്. ഇപ്പോഴും ഏകദേശം 1 വീക്ക് കഴിഞ്ഞു ഈ ഡ്രഡ്ജറിന്റെ കാര്യത്തിൽ. നമ്മൾ 10 ദിവസത്തിന്റെ അടുത്തായി. തീർച്ചയായിട്ടും ഇനി ഡ്രഡ്ജർ എത്താതെയുള്ള തെരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷമുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് അവരോട് ആവശ്യപ്പെടുക. ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടേ അടുത്ത ജില്ലാ ഭരണകൂടം പറയുന്നത് അതിലെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ സഹായം മുഖ്യമന്ത്രിക്ക് അവിടുത്തെ കളക്ടർ കത്തൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക, അത് സർക്കാരിൽ നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അനുകൂല നിലപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അനുകൂലമായിട്ട് നിലപാട് തന്നെയാണ് ഉണ്ടാവുക. ഇതിലിപ്പം ഈ ഫണ്ട് മുടക്കിയാൽ, അതായത് 96 ലക്ഷമാണ് ഇതിൻ്റെ ചെലവ്. അപ്പോൾ അത് മുടക്കിയാൽ മാത്രമേ, അത് സർക്കാർ അനുവദിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പോൾ നിലവിൽ ഡ്രഡ്ജറിന് എത്തിക്കാനുള്ള തടസ്സം അതാണ്. ഒരുപക്ഷെ കർണാടക സർക്കാർ അതിൽ വീണ്ടും ഒരു വൈകിപ്പിക്കലുണ്ടായാൽ എന്താണ് നിങ്ങളുടെ അടുത്തൊരു ഇതിൽ നോക്കൂ, ആദ്യഘട്ടത്തിൽ 50 ലക്ഷമായിരുന്നു ഇതിലൊരു ബഡ്ജറ്റ് ഇട്ടതെങ്കിൽ കൂടിയിട്ടും അതും അവിടുന്ന് തന്നെ അപ്രൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ക്യാഷ് ജില്ലാ ഭരണകൂടത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന വാർത്ത തന്നെയാണ് അവർ പുറത്തുവിട്ടിരുന്നത്. ബാക്കി ഇപ്പോൾ ഗവൺമെന്റ് സഹായിക്കേണ്ടത് അതിന്റെ ബാലൻസ് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിക്കേണ്ട ആവശ്യകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിപ്പം അതിലൊരു വൈകിപ്പിക്കൽ ഉണ്ടായല്ലേ, ഇനിയിപ്പോൾ കേരള സർക്കാരിന് എന്തെങ്കിലും ഒരു സഹായം കൂടി അതിൽ ഉണ്ടാവും, അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ കുടുംബത്തിന്? അല്ല ഇനിയും ഇപ്പോൾ തെരച്ചിൽ അതിന്റെ ആ കാരണത്താൽ വൈകിയാൽ പ്രശ്നമല്ലേ? അപ്പോൾ അത് അങ്ങനെ കേരള സർക്കാർ കൂടി
അങ്ങനെ ഒരു വൈകിപ്പിക്കൽ ഉണ്ടായാൽ സഹായിക്കണം എന്നൊരു ആവശ്യം കുടുംബത്തിനുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി, സന്നദ്ധ പിന്നെയുള്ള മന്ത്രിമാർ, MLA മാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനി ഒരു ഡിലേ വരികയാണ്, നമ്മൾ കേരള മുഖ്യമന്ത്രിയോട് കണ്ടിട്ടും കൂടിയും ഈ ആവശ്യം ഉന്നയിക്കും. എത്രയും പെട്ടെന്ന് ഡ്രെഡ്ജർ കൊണ്ടുവന്ന നടപടി സ്വീകരിക്കാനുള്ള പ്രഷർ അവിടെ നിന്ന് ചെലുത്താനുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇതിനെ ഇപ്പോൾ ഈ തെരച്ചിൽ നിർത്തിയതിന് ശേഷം ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA അടക്കം ആരെങ്കിലും നിങ്ങളായിട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ജില്ലാ കളക്ടർ മേഡത്തിന് ഞാൻ 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണയും എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ എന്താ കാലാവസ്ഥ? വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഉത്തര കന്നഡയിൽ. പുഴയിൽ ഒഴുക്ക് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 4 നോട്ട്സായിരുന്നു. അതൊക്കെ ഒരു തടസ്സമാകാൻ സാധ്യത ഉണ്ടോ? വീണ്ടും എന്താ തോന്നുന്നു? ഡ്രെഡ്ജറിന് ഒഴുക്ക് തടസ്സമാകാൻ സാധ്യത വളരെ കുറവാണ്. ഡ്രെഡ്ജറിലെ തെരച്ചിൽ ഒഴുക്ക്, കാരണം അത് കടലിൽ വർക്ക് ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജിതിൻ ബംഗളൂരുവിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഇപ്പോൾ ജിതിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കണം, അത് വേഗത്തിലാക്കണം ആ നടപടി എന്നാണ് ആവശ്യപ്പെടുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണുമ്പോൾ പ്രതീക്ഷയിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത് എന്നാണ്. തീർച്ചയായും അശ്വതി, അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ ഇത്തരത്തിൽ DK ശിവകുമാറിനെ കാണാൻ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ജിതിൻ പങ്കുവച്ചത് വളരെ പ്രതീക്ഷയുണ്ട് ഈ കൂടിക്കാഴ്ച എന്നാണ്. കാരണം ഈ കോടതിയിൽ കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരാമെന്ന് കർണാടക നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് 1 കോടിയോളം രൂപ ചെലവുണ്ടെന്നാണ് പറയുന്നത്. ആ ചെലവ് വഹിക്കാൻ തയ്യാറാണെന്നും നേരത്തെ തന്നെ കർണാടക വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ തടസ്സമുണ്ടാകില്ല. എന്തായാലും വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കണം എന്ന ഒരു അഭ്യർത്ഥന അത് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ മുന്നിൽ അറിയിക്കാൻ തന്നെയാണ് കുടുംബം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ചയെങ്കിലും 11 മണിയോടുകൂടി കാണാൻ പറ്റും എന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. കാരണം 1.5 മാസത്തോളമായിരിക്കുന്നു അർജുനെ കാണാതായിട്ട്. ഒപ്പം കർണാടകക്കാരായ 2 പേര് കൂടി ഉണ്ട് ഇവിടെ കാണാതായിട്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ കുടുംബവും വലിയ പ്രതിഷേധത്തിലുണ്ട്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ച വളരെ പ്രതീക്ഷയോടെ കുടുംബം കാണുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ ഈ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ, ഇത്തരത്തിലൊരു പരിശോധന നടത്തിയപ്പോൾ, നേരത്തെ ലോറി കണ്ടെത്തിയ ആ സ്ഥലം അവിടെയായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ ലോറിക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥാനമാറ്റം വന്നിട്ടുണ്ടോ എന്നായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത്. അതിൽ കൃത്യമായി ലോറി നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയ അതേ സ്ഥലത്ത് സിഗ്നൽ ലോറിയുടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡ്രെഡ്ജർ എത്തിയാൽ വളരെ പെട്ടെന്ന് ലോറി കണ്ടെത്താൻ സാധിക്കും, ലോറിയുടെ അരികിലെത്താൻ പറ്റും. അതിൽ അർജുനുണ്ടോ? അതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതീക്ഷ. അത് തന്നെയാണ് ഈ കുടുംബവും ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാൻ ഒരു ആലോചന കർണാടക സർക്കാർ നടത്തുന്നുണ്ടെന്നാണ്. ആ ഉറപ്പ് കുടുംബത്തിന് ഇന്ന് നൽകും. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഇന്ന് കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. ഏതായാലും കർണാടക വ്യക്തമാക്കിയിരിക്കുന്നത് അവസാനഘട്ട തിരച്ചിലായിരിക്കും ഇത്. അത് 10 ദിവസം നീണ്ടു നിൽക്കും. ഈ ഡ്രെഡ്ജർ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുക. അത് ഇനി ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്ക് കൂടുതലായാൽ പോലും ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കടലിൽ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകില്ല ഈ ദൌത്യത്തിന്. ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള സംഘവും ഉണ്ടാകും. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് കുടുംബം ബാംഗ്ലൂരുവിൽ എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ജിതിൻ ഇപ്പോൾ അല്പസമയം മുമ്പ് പങ്കുവച്ചതും. എന്തായാലും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഒരു പ്രഖ്യാപനം ഇന്ന് കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയും കുടുംബം വെച്ചു പുലർത്തുന്നുണ്ട്. അശ്വതി. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര നടിയുടെ പരാതിയിലും കേസെടുത്തിരുന്നു. അതും ബലാത്സംഗ കുറ്റം തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ജാമ്യമില്ല വകുപ്പ് ഉൾപ്പെടുത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിലും നേരത്തെ കേസെടുത്തത്. ഇത്തരം പരാതികളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു യുവനടനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ജൂനിയർ ആർട്ടിസ്റ്റാണ് ഉന്നയിച്ചത്. ലൈംഗിക ആരോപണത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി പരാതിക്കാരിയോട് നേരിട്ട് സംസാരിക്കുകയും
മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റെ അവർ ഫോണിലൂടെ ഈ പരാതിക്കാരിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മറ്റ് കേസുകളിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുകയും അതിൽ ലഭിച്ച പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ നടന്മാർക്കെതിരെ FIR വരുന്ന നിലയുണ്ടാകും. ബലാത്സംഗ കുറ്റങ്ങൾ കൂടുതൽ ആളുകൾക്കെതിരെ ചുമത്തുന്ന നിലയുണ്ടാകും. അമ്മയെ സംബന്ധിച്ച്, അമ്മ എന്ന സംഘടനയെ, AMMA എന്ന ഈ സംഘടനയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെയല്ല, തുടർച്ചയായി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരികയും അത് FIR-കളാകുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധിയിലൂടെ ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നടന്മാർ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അതും ബലാത്സംഗ കുറ്റം ചുമത്തി പ്രധാനപ്പെട്ട നടന്മാർ ബലാത്സംഗ കുറ്റം ചുമത്തി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയിലും ഭിന്നത അതിരൂക്ഷമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, കാരണം ഈ നിയമ നടപടികൾ നേരിടട്ടെ എന്ന നിലയ്ക്ക് ഒരു സംഘം ആളുകൾ നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ കേസെടുക്കാതിരുന്നതിൽ, അല്ലെങ്കിൽ കോടതി നടപടി വരെ കാത്തു നിൽക്കുന്നതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക്. നമുക്കറിയാം വിനോദ്, വിവിധ സ്റ്റേഷനുകളിലായി ഏതാണ്ട് 17ഓളം കേസുകൾ ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരം. വീണ്ടും വാർത്തയിലേക്ക്. പശ്ചിമ ബംഗാളിൽ BJP ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയവർക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. ുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാകേഷ് ചേരുന്നു. രാകേഷ്, വലിയ പ്രതിഷേധം യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബംഗാളിലുണ്ടായിരുന്നു. ഇപ്പോൾ ബന്ദ് എങ്ങനെ പുരോഗമിക്കുന്നു BJP? അശ്വതി, BJP ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് വലിയ രീതിയിൽ സംഘർഷം കൊൽക്കത്ത നഗരത്തിലുണ്ടായത്. അതായത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ബന്ദ് നടക്കുന്നത്. അതായത് ഇന്നലെ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നത്. അത് വലിയ രീതിയിൽ അക്രമാസക്തമായി. തിരിച്ച് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും പോലീസ് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായതുകൂടി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തത് BJP. രാവിലെ 6 മണിക്ക് ബന്ദ് തുടങ്ങി. സംസ്ഥാന സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയത് സാധാരണ നിലയിലെ പോലെ കടന്നുപോകും, സ്കൂളുകൾ പ്രവർത്തിക്കും, വാഹനങ്ങൾ ഓടും, കടകൾ തുറക്കും എന്ന് ഒക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പല കടകളും തുറന്നിട്ടില്ല. വാഹനങ്ങളും ഭാഗികമായാണ് നിരത്തിലിറങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ട്രാൻസ്പോർട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്, പക്ഷേ പലയിടത്തും സമരക്കാർ ഈ വാഹനങ്ങളെ തടയുന്നുണ്ട്. ഡ്രൈവർമാർ ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മാത്രവുമല്ല പലയിടത്തും BJP പ്രവർത്തകർ ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും BJP വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമരം ബന്ദ് തുടരും, കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ച് 220 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വിട്ടയക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജുംദാർ ഗവർണർക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതായത് ഈ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ വിട്ടയക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും ബന്ദ് തുടരുകയാണ്. പക്ഷേ ബന്ദ് പൂർണ്ണമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ വാഹനങ്ങൾ പലയിടത്തും പ്രതിഷേധക്കാർ തടയുന്നുണ്ട്, കടകൾ പലയിടത്തും തുറന്നിട്ടുമില്ല. അശ്വതി, അതാണ് ഒന്ന് തുടരണം. ഈ 2014 ശേഷം രാജ്യസഭയിൽ ആദ്യമായി NDAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നു. 12 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിലും വിജയിച്ചതോടെ NDA അംഗബലം 119 ആയിരിക്കുന്നു. നിലവിൽ 237 രാജ്യസഭയുടെ അംഗബലം. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അശ്വതി, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി രാജ്യസഭയിൽ NDA ഭൂരിപക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് രാജ്യസഭയിലെ അംഗബലം എന്ന് പറയുന്നത് 245 നിലവിലെ അംഗബലം 237. അതായത് 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുണ്ട്. ഒപ്പം ജമ്മു കാശ്മീരിലും 4 ഒഴിവുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ 237 ആയിരിക്കുകയാണ് ഇന്നലത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി അംഗബലം. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 119 അംഗങ്ങളാണ്. ആ കണക്കിലേക്ക് എത്തിയിരിക്കുന്നു NDA എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എതിരില്ലാതെ വിജയിച്ചത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 12 സീറ്റുകളിലായിരുന്നു. അതിൽ 11 NDA വിജയിച്ചു. അതിൽ 9 പേർ BJP
ബി ജെ പിക്ക് ഏതായാലും 96 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. NDAയുടെ മറ്റ് കക്ഷികളൊക്കെ വരുമ്പോൾ 119 എന്ന നിലയിലേക്ക് അത് എത്തുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ പല ബില്ലുകളും പാസ്സാക്കിയെടുക്കുന്നത്, രാജ്യസഭയിൽ പാസ്സാക്കിയെടുക്കുന്നത് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ്. പ്രത്യേകിച്ച് ബിജു ജനതാദൾ തുടങ്ങിയ TRS, ഒപ്പം തന്നെ YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളൊക്കെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷം എടുക്കുകയാണെങ്കിൽ പല കാലങ്ങളായി സർക്കാരിനെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിജു ജനതാദളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ബിജു ജനതാദളിന്റെ ഭരണം നഷ്ടമായി BJP അധികാരത്തിൽ വന്നു. സ്വാഭാവികമായും ബിജു ജനതാദൾ ഇനിയുള്ള കാലത്ത് BJPയെ പിന്തുണയ്ക്കില്ല. സമാനമായ സാഹചര്യം തന്നെയാണ് BRSന്റെ കാര്യത്തിലും അവരുടെയും നിലപാട്. കാരണം BRS തെലങ്കാനയിൽ അധികാരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. മാത്രമല്ല കെ കവിതയൊക്കെ അറസ്റ്റ് ചെയ്തതിനു ശേഷം രാഷ്ട്രീയ സാഹചര്യം അവിടെ മാറുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന് പറയുന്നത് NDAയെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം ചെറു പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ അവർക്ക് ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അശ്വതി. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ശനിയാഴ്ച വരെ സംഘം ജില്ലയിലുണ്ടാകും. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഭാഗികമായി തുടരുന്നു. കേന്ദ്ര സംഘം ഈ മാസം 31 വരെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ ആളുകളുടെ ജീവിത നിലവാരം, അവരുടെ ജീവിതോപാധി നഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ തന്നെയാണ് തീരുമാനം. ഒരാഴ്ച ഇവിടെ അതായത് വയനാട്ടിലുണ്ടാവും. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേന്ദ്ര സംഘം വന്നത്. 17 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംഘമാണ് ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയത്. ഏതായാലും സംഘം കഴിഞ്ഞ 2 ദിവസം ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ, അതായത് പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം അടച്ചിരിക്കുന്നു. ആളുകളെ യഥാസമയം തന്നെ വാടക വീടുകൾ മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ജീവിത നിലവാരം, ഇവരുടെ ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം തന്നെ പുനരധിവാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിന്റെ പരിഗണനയിൽ വരും. അതായത് ഇവർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് എത്ര രൂപ വേണ്ടിവരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൃത്യമായും പരിശോധിക്കുന്നത്. അതിനുശേഷം 31 സംഘം ഇവിടെ നിന്ന് ഡൽഹിക്ക് തിരിക്കും. ഡൽഹിക്ക് തിരിച്ച ശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിന് സമഗ്രമായ റിപ്പോർട്ട് നൽകുക. എന്തായാലും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കും 2000 കോടി രൂപയുടെ പാക്കേജ് നടപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. എന്തായാലും ഈ കേന്ദ്ര സംഘത്തിൽ നിന്നും കേന്ദ്ര സംഘവും അത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെടുന്ന ഒരു തുകയുടെ ഏറെക്കുറെ ആ ഒരു തുകയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഭാഗികമായുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത്. ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരമുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ്. ഉരുൾപൊട്ടി ഇറങ്ങിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പോലും നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്നും ചാലിയാറിനോട് ചേർന്നുമുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ഭാഗികമായാണെങ്കിൽ പോലും തെരച്ചിൽ നടക്കുന്നത്. UAEയിൽ നടക്കുന്ന വനിതാ T20 ലോകകപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിന്റെ സന്തോഷത്തിലാണ് മലയാളി താരം ആശ ശോഭന. ഇത്തവണ ഇന്ത്യ കപ്പ് നേടുമെന്നാണ് ഉറച്ച പ്രതീക്ഷയെന്ന് ആശ പറഞ്ഞു. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു. 2 മലയാളികൾ ടീമിൽ ഇടം നേടി. അതിൽ ആശ ശോഭന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ആശ, ഒരു വലിയ നേട്ടവും കൂടി, ഒരു സ്വപ്നമാണല്ലേ ശരിക്കും ഒരു വേൾഡ് കപ്പ് ടീമിലേക്ക് വരിക എന്നുള്ളത്? പിന്നെ ഒരു വലിയ സ്വപ്നം തന്നെയാണ് വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാകുക എന്നുള്ളത്. വളരെ സന്തോഷം. രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബംഗ്ലാദേശ് ടൂർ അല്ലേ ആയിരുന്നല്ലേ? അത് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പറഞ്ഞ ഒരുമിച്ച് ടീമിൽ കളിക്കാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമാണ്. അതെ, ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂസിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുമിച്ച് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ അങ്ങനെ വരുമ്പോൾ ഒരു സ്വപ്നതുല്യമായ ഒരു ഫീലാണ്. പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ഓൾറെഡി ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കൊരു ഫിറ്റ്നസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അടുത്തൊരു ക്യാമ്പ് കൂടെ വരുന്നുണ്ട് വേൾഡ് കപ്പിന് മുമ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓൾറൗണ്ടർ നിലയിൽ തന്നെ കഴിഞ്ഞ മാച്ചുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അത് അങ്ങനെ തന്നെ ഒരു അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണോ ഉള്ളത്? അതെ, ഉറപ്പായിട്ട്. കാരണം എനിക്ക് ബാറ്റിംഗ് 1 ഡേയ്സിൽ സൗത്ത് ആഫ്രിക്കയുടെ ഡെബ്യൂ മാച്ചിൽ ഒരു 4 ബോളോ 5 ബോളോ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിലെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ബോളിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് ഞാൻ വിടാതെ തന്നെ അതിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
എന്നാണ് ടീം പോകുന്നതെന്ന്? ടീം അങ്ങനെ ഡേറ്റ്സ് ഒന്നും കൺഫേം ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമായിരിക്കും. അടുത്ത മാസം. സഞ്ജു സാംസൺ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമായിട്ട് തിരിച്ചു വന്ന് വലിയ അഭിമാനത്തോടെ കണ്ടതാണ്. ഒരു മലയാളികളുണ്ടെങ്കിലേ വേൾഡ് കപ്പ് കിട്ടുള്ളൂ എന്നൊരു മൊത്തത്തിലൊരു ബോധ്യമുണ്ട്. 83-ലായാലും 2011 ശ്രീശാന്ത്, 2007 ഇപ്പോൾ സഞ്ജു സാംസൺ. അടുത്ത 2 പേര് നിങ്ങൾ വേൾഡ് കപ്പ് കൊണ്ടുതന്നെ വരണം. ഉറപ്പായിട്ട് ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യും. നമ്മള് വേൾഡ് കപ്പ് നമ്മുടെ വിമൻ ടീം ഇതുവരെ വിൻ ചെയ്തിട്ടില്ല. അപ്പൊ വിൻ ചെയ്യുമ്പോൾ ഞാനും സജിനയും ടീമിന്റെ ഭാഗമാണെങ്കിൽ അതിൽ പരം ഒരു സന്തോഷമില്ല. പിന്നെ മലയാളികളുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ വളരെ വിശ്വാസമുണ്ട്, സന്തോഷം. തീർച്ചയായിട്ടും ഒരു മലയാളിക്ക് കൂടി 2 മലയാളികൾക്ക് കൂടി ലോകകപ്പ് വിജയികളാകാനുള്ള അവസരമാണ് വരുന്നത്. സജനയും അതുപോലെ ആശയും രണ്ടുപേരും കഴിഞ്ഞ സീസണിലൊക്കെ അടുത്ത മാസങ്ങളിലൊക്കെ നല്ല പ്രകടനമാണ് ക്രിക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരിലൂടെ വീണ്ടും മലയാളി ഒരു ലോകകപ്പ് നേടട്ടെ എന്ന് ആശംസിക്കാം. വിപിൻ മുരളിക്കൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ഈ 17ഓളം കേസുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നടന്മാർക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു ഏകോപനം എങ്ങനെയാണ്? ഈ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും കേസ് കൈമാറുകയാണോ, അതോ അതായത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കുന്നത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ ഇന്നലെ പ്രധാനപ്പെട്ട യോഗം ചേർന്ന് ഇതിന്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ തീരുമാനിച്ചിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജിത്ത്, DGP ആദ്യത്തെ യോഗം വിളിച്ചു. പോലീസ് ആസ്ഥാനത്തായിരുന്നു ആദ്യത്തെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി. അതിനർത്ഥം ഈ ഇത്തരം കേസുകളെല്ലാം തന്നെ പ്രത്യേക സംഘം കൈകാര്യം ചെയ്യും എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ADGP ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം FIR-കൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഈ അന്വേഷണ സംഘം ഇത്തരം കേസുകൾ പരിശോധിക്കും, പരിഗണിക്കും. മാത്രവുമല്ല, ഇപ്പോൾ DGP നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോഴത്തെ സംഘം കടക്കേണ്ടതില്ല. റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ട എന്നാണ് തീരുമാനം. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെ എന്നും ശേഷം തുടർ നടപടിയെന്നും DGP പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒന്നടങ്കം ഒഴിഞ്ഞില്ലെങ്കിലും പരസ്യ പ്രതികരണത്തിന് അമ്മ തയ്യാറായിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് നിലപാട്. പുതിയ ഭരണസമിതിയെക്കുറിച്ചും ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷം മാറ്റാനും, അമ്മയുടെ ഓണാഘോഷം കൊച്ചിയിൽ പറഞ്ഞിരുന്നു, അത് മാറ്റിയേക്കും. കാരണം അമ്മ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അമ്മയ്ക്ക് ഭരണസമിതി അവർക്ക് എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ പോലുമുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവരെല്ലാവരും രാജിവെക്കുന്നു. അഡ്ഹോക് സമിതിയായി, അതായത് ഒരു താൽക്കാലിക സമിതിയായി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. മോഹൻലാലൊക്കെ വളരെ വികാരഭരിതനായാണ് നടന്മാരോട് പ്രതികരിച്ചത്, സഹപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മോഹൻലാലൊക്കെ വലിയ മെന്റലി അവരൊക്കെ വളരെ പ്രശ്നങ്ങളിലാണ്. എന്തായാലും ഈ അമ്മ പോലൊരു സംഘടന ഒന്നടങ്കം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വിനോദിലേക്ക് പോകണം. വിനോദ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിദ്ദിഖിനെതിരായ കേസാണ്. മ്യൂസിയം പോലീസ് ഗൗരവമുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനും മറ്റും. മൊഴിയെടുക്കുക, നടിയുടെ മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി, അല്ലേ? രജിത്, ആ നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കും. കാരണം ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതും അതിന്റെ അന്വേഷണത്തിനുമായാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുറ്റം. വിനോദസഞ്ചാരികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് തൊടുപുഴ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിലുള്ള പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഈ പൂപ്പാടം. ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം സഞ്ചാരികളെയും ആകർഷിക്കുകയാണ്.
തൊടുപുഴ ഉറവപ്പാറ മലമുകളിലെ 40 സെന്റ് സ്ഥലത്ത് 2000-ഓളം ബന്ദിപ്പൂക്കളാണ് ഇത്തവണ വിരിഞ്ഞിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ച് നിറവും ഇടകലർന്ന് വിരിഞ്ഞിരിക്കുന്ന പൂപ്പാടം കാണാനായി നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഹൈബ്രിഡ് ഇനമാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അനൂപ് ടി പി എന്നാണ്. ഞാൻ ഇവിടെ പത്മ വില്ലേജ് എന്ന് പറയുന്നൊരു ഫാം റിസോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രദേശങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് ഇവിടെ ഈ പാറ പൊടിഞ്ഞുള്ള മണ്ണ് കാണുകയും അത് ഇങ്ങനെയുള്ള പൂക്കൃഷികൾക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഞാൻ പാലായിൽ നിന്നും 12,000-ഓളം ബന്ദിപ്പൂക്കളിൻ്റെ വിത്തുകൾ മേടിച്ച് ട്രെയിൽ പാകി ഇവിടെ കൃഷി ചെയ്യാനുണ്ടായത്. അപ്പം ഈ വർഷം നല്ല വിളവ് കിട്ടുകയും ഒത്തിരി ആളുകൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും ചെയ്യുകയുണ്ടായി. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഉറവപ്പാറ മലനിരയുടെ താഴ്വാരത്തെത്താം. ഇവിടെ നിന്നും പാറമുകളിലെ പത്മ വില്ലേജിലെത്തിയാൽ ഏവർക്കും നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ വിത്ത് മേടിച്ച് ട്രെയിൽ ഒരു 20 ദിവസത്തോളം പാകി മുളപ്പിച്ച് അതിനൊരു 3-4 ഇലകളൊക്കെ ആയ ശേഷം നമ്മളത് ഇവിടെ നില ഒരുക്കിയിട്ട് അങ്ങോട്ട് പറിച്ച് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ചാണകവും പിന്നെ ഈ ചകിരിയുടെ ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴിയിൽ വയ്ക്കുമ്പോൾ സമയത്ത് ഇടുന്നത്. തൊടുപുഴ നഗരത്തിന്റെ വിദൂര ദൃശ്യവും ഈ മലമുകളിൽ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കും. പാറയ്ക്ക് മുകളിലെ ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമാണ്. വിനോദത്തിനായും ദർശനത്തിനായും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മ വില്ലേജ്. ന്യൂസ് 18 തൊടുപുഴ. ഇന്ത്യൻ സൈന്യത്തോടുള്ള ആദരവിന്റെ ഭാഗമായി വീട് തന്നെ സൈനിക മ്യൂസിയമാക്കി മാറ്റി കാസർഗോഡ് ചീമേനിയിലെ മധു. കര, വ്യോമ, നാവിക സേനകളുമായി ബന്ധപ്പെട്ട ശേഖരങ്ങളാണ് പൊതുജനങ്ങൾക്കായി മധു വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സൈനികനായി രാജ്യത്തെ സേവിക്കുകയായിരുന്നു കാസർഗോഡ് ചീമേനിയിലെ മധുവിന്റെ ആഗ്രഹം. അത് സാധിക്കാതെ വന്നപ്പോൾ സ്വന്തം വീട് തന്നെ സൈനിക മ്യൂസിയമാക്കി മാറ്റി. സാധാരണക്കാർക്കും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അറിവ് പകരുകയാണ് ഈ വാർ മ്യൂസിയം. വീടിന്റെ പരമാവധി സ്ഥലം മ്യൂസിയത്തിനായി വിനിയോഗിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് പോയപ്പോൾ കണ്ട മ്യൂസിയത്തിന് സമാനമായതാണ് വീട്ടിലൊരുക്കിയത്. സംസ്ഥാനത്ത് പലതരം മ്യൂസിയങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിലൊരുക്കിയ വാർ മ്യൂസിയം മറ്റെങ്ങും ഉണ്ടാവില്ലെന്ന് മധു പറയുന്നു. നമ്മളിപ്പം വീട്ടിൽ വെച്ചതിനെ കൊണ്ട് എന്നെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിത് സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ജനങ്ങൾക്ക്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ബിൽഡിങ്ങും സ്ഥലമൊക്കെ ഇനി പഞ്ചായത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എവിടെയായാലും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമായിരിക്കും. സൈനിക മേഖലയിലുള്ളവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. സൈനികരുടെ യൂണിഫോമുകൾ, തോക്കുകളുടെയും ബോംബുകളുടെയും മാതൃകകൾ, ക്യാമ്പുകളിലും യുദ്ധമുഖത്തും സൈനികർ ഉപയോഗിക്കുന്ന വിവിധ തരം ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ബാഗ്, പുതപ്പ്, ബൂട്ടുകൾ, പാത്രങ്ങൾ എന്നിവയും മധുവിന്റെ ശേഖരത്തിലുണ്ട്. സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ നേരിൽ കണ്ടാണ് ഇവയിൽ മിക്കതും സ്വന്തമാക്കിയത്. യുദ്ധസംബന്ധമായ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ആൽബവും തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇവ പ്രദർശിപ്പിക്കാനും പരിപാലിക്കുവാനുമുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് മധുവിന്റെ ആഗ്രഹം. ന്യൂസ് 18 ചീമേനി. സമ്പൂർണ്ണ ജൈവ കൃഷിയിലൂടെ കാർഷിക രംഗത്ത് വിജയക്കുതിപ്പ് തുടരുകയാണ് ചിറയൻകീഴ് സ്വദേശി അനിൽ ദേവ്. വീടിന് സമീപമുള്ള 40 സെന്റിലും വട്ടുപ്പാവിലുമായാണ് വിപുലമായ കൃഷി. 40 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ് അനിൽ ദേവ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്ന അനിൽ ദേവ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷിയിൽ സജീവമായത്. വീടിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്ത് 52ലേറെ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്.
വിവിധ തരത്തിലുള്ള അപൂർവങ്ങളായ ഫലങ്ങളും ഇതിൽ ഉൾപ്പെടും. കൂടാതെ പച്ചമുളക്, തക്കാളി, വെണ്ട, പാവൽ, പയർ, കോവൽ, അമര, മത്തൻ തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറി ഇനങ്ങളും അനിൽദേവിന്റെ കൃഷിയിടത്തിലുണ്ട്. ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലുമായി 3000-ഓളം ഇനങ്ങളാണ് അനിൽദേവ് വളർത്തുന്നത്. കുരുമുളക് മുതൽ കരിമഞ്ഞൾ വരെയുള്ളവയും ഇതിൽ ഉൾപ്പെടും. അനിൽദേവിന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്ത ഇനങ്ങൾ ഒന്നും തന്നെയില്ല. സർക്കാരിന്റെ പോഷകത്തോട്ടം വിഭാഗത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരവും ഇക്കുറി അനിൽദേവിനെ തേടി എത്തിയിരിക്കുകയാണ്. പേരക്കയും മുന്തിരിയും അവക്കാഡോയുമെല്ലാം അനിൽദേവിന്റെ തോട്ടത്തിലുണ്ട്. ഭാര്യ ഉഷാദേവിയും 4 മക്കളും കൃഷിയിൽ സഹായിക്കാനുമുണ്ട്. വിളവെടുത്താൽ അനിൽദേവിന് വിപണി തിരക്കി പോകേണ്ടി വന്നിട്ടില്ല. വിഷരഹിത പച്ചക്കറി ആയതിനാൽ ആവശ്യക്കാർ അനിൽദേവിന്റെ തോട്ടം തേടിയെത്തുകയാണ് പതിവ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് അനിൽദേവിന്റെ മാതൃകാ തോട്ടം. ന്യൂസ് 18 ചിറയൻകീഴ്. പട്ടാമ്പിയിലെത്തിയാൽ കാണാം പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും കൈരളി സ്വയം സഹായ സംഘവും സംയുക്തമായാണ് ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത്. പട്ടാമ്പിയിലെത്തിയാൽ കാണാം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ചെണ്ടുമല്ലിപ്പൂ വസന്തം. ഇവിടെ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും കൈരളി സ്വയം സഹായ സംഘവും സംയുക്തമായാണ് കൃഷി നടത്തുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷിയിൽ ഇപ്പോൾ 100 മേനി വിളവാണ്. 4000-ലധികം ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. കർഷകനായ സക്കീറിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന പൂച്ചെടികൾക്കൊക്കെ പൂവിനൊക്കെ വലിയ വിലയാവും. അപ്പം നമ്മളുടെ പൂവ് ആ സമയത്ത് കൃത്യമായിട്ട് പോവും. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ ഒരു സഹായമാണ്. ഇതിൽ ഞങ്ങൾ ഓണത്തിന് പൂ മാത്രമല്ല ധാരാളം പച്ചക്കറികളും ഉണ്ട്. ആ സമയത്തേക്കാവും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും ഇവിടെ നടത്തുന്നുണ്ട്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഭംഗി കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ കൃഷി വിജയം കണ്ടതോടെ വരും വർഷങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.